ആശ്വാസകരമായ കാര്യം ഇക്കൊല്ലം ഈ 2026 ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇനിയൊരു 50 ഡിഗ്രി സെൽഷ്യസ് ചൂട് ഉണ്ടാവില്ല, എന്താണെങ്കിലും അതിൽ കുറവായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ എന്നാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന ശക്തമായിട്ടുള്ളൊരു സൂചന. സുഹൈൽ ഓഗസ്റ്റ് 24 കാണുമല്ലോ. അതേ തുടർന്ന് പിന്നെ കാലാവസ്ഥയിൽ ഗണ്യമായ മാറ്റം വരും. ഇന്ന് ആരെങ്കിലും അനുഭവിച്ചവരുണ്ടെങ്കിൽ ഒന്ന് പറയണം. ദുബായ് അലൈൻ റോഡിൽ അൽഹയർ ഭാഗത്തൊക്കെ നല്ല മഴ, ആലിപ്പഴ വർഷം എന്ന് തന്നെ പറയാവുന്ന മഴ ഒരു 3-3:30 മണി ആയപ്പോൾ തന്നെ കാറും കോളും കൊണ്ട് നിറഞ്ഞു. നാട്ടിലൊരു നല്ല മഴക്കാലത്തിൻ്റെ പ്രതീതി. ഒരുപാട് ആളുകൾ റോഡിൽ ഇറങ്ങി നിന്നത് എൻജോയ് ചെയ്യുന്നു. ഇന്ന് രാത്രിയും പല ഭാഗത്തും മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും സ്റ്റോം സെൻറ്ററും ഒക്കെ പറയുകയാണ്. അബുദാബിയിൽ കഴിഞ്ഞ ദിവസം നല്ല മഴ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ പാർക്കിലും ബീച്ചിലും ഒക്കെ പോകുന്ന കാര്യത്തിൽ ശ്രദ്ധ വയ്ക്കണം എന്ന് പറയുകയും പല ഇവൻറ്റുകളും മാറ്റിവെക്കുകയും ചെയ്ത കാര്യം നമുക്കറിയാവുന്നതാണ്. അങ്ങനെ കാലാവസ്ഥയിൽ പ്രകടമായ മാറ്റത്തിൻ്റെ ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ എന്ന് ഉറച്ചു പറയാൻ പറ്റുന്ന സമയമാണിത്. നാട്ടിലെ എയർപോർട്ടുകളിൽ നിന്ന് നമ്മൾ ദുബായിലേക്കോ മറ്റ് വിദേശ രാജ്യങ്ങളിൽ എവിടേക്കെങ്കിലും പോകുമ്പോൾ ഈ ഇമിഗ്രേഷൻ കൗണ്ടറിൽ വരുമ്പോൾ നമ്മുടെ ബോർഡിംഗ് പാസ് ഒരു സ്റ്റാമ്പ് ചെയ്യുന്ന ഏർപ്പാട് സെപ്റ്റംബർ 1 മുതൽ ആ ഏർപ്പാട് ഉണ്ടാവില്ല എന്ന് പറയുകയാണ്. നമ്മുടെ ഈ ബോർഡിംഗ് പാസ് മതി, മൊബൈലിൽ കാണിച്ചു കൊടുത്താൽ മതി, കടന്നു പോകാൻ പറ്റും. ഇനി സ്റ്റാമ്പിങ് വേണ്ട. ഇനി അതല്ല, ഫിസിക്കൽ ബോർഡിംഗ് പാസ്സാണ് കയ്യിലുണ്ടതെങ്കിൽ അതിൽ സ്റ്റാമ്പ് തന്നെ വേണ്ട. ഈ സ്റ്റാമ്പ് അടിക്കുക വഴി കൃത്യമായിട്ടുള്ള തീയതിയും ബാക്കി സീറ്റ് നമ്പറും പലതും രേഖപ്പെടുത്തിയിരിക്കുന്നതൊന്നും കാണാൻ പറ്റുന്നില്ല എന്ന പരാതി നേരത്തെയുണ്ട്. അതുപോലെ ഈ ഫ്രിസ്കിങ്ങിൻ്റെ സ്ഥലത്ത് ഈ കസ്റ്റംസിൽ നമ്മൾ സാധനങ്ങളൊക്കെ വാരിക്കൂട്ടി ഇട്ടിട്ട് അവിടെയും സ്റ്റാമ്പ് ഏർപ്പാടുണ്ടായിരുന്നത് ഒരു വർഷമായിട്ട് ഇപ്പോൾ ഏതായാലും ഇല്ല. അതുപോലെ എമിഗ്രേഷനിലും അങ്ങനെ ഒന്നും ഇല്ലാതാകുന്നു എന്നാണ് സെപ്റ്റംബർ 1 മുതൽ സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് ഇന്ന് ഇന്ത്യൻ മാധ്യമങ്ങൾ ഔദ്യോഗിക കേന്ദ്രങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുകയാണ്. അത്യാവശ്യ ഘട്ടങ്ങളിൽ കാരുണ്യം കാണിച്ചാൽ അംഗീകരിക്കപ്പെടും. ദുബായിൽ 2 വനിതകൾ, പ്രവാസികളായ തൊഴിലാളികൾ പുറത്തുനിന്നൊക്കെ ജോലി ചെയ്യുമ്പോൾ ഈ കൊടും ചൂടിൽ അവർക്ക് ആഹാരവും കൂൾ ഡ്രിങ്ക്സും ഒക്കെ കൊണ്ട് കൊടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സസിൻ്റെ ഉദ്യോഗസ്ഥർ ഈ വനിതകൾക്ക് പ്രത്യേക ആദരവ് നൽകി. ഇതെല്ലാവർക്കും മാതൃകയാവട്ടെ. ഫെബ്രുവരി 28 ആരംഭിച്ച യുദ്ധം ഇപ്പോഴീ ഓഗസ്റ്റ് 22 വൈകുന്നേരമായി നിൽക്കുമ്പോൾ യുദ്ധത്തിൻ്റെ ആസക്തിക്ക് കുറവൊന്നും വന്നിട്ടില്ലെങ്കിലും ഇന്നും ഇന്നലെയും ഒന്നും പ്രത്യക്ഷ യുദ്ധം ഉണ്ടായിട്ടില്ല എന്നത് ആശ്വാസകരമാണെങ്കിലും ഹോർമൂസിനെ ചുറ്റിപ്പറ്റി 2 കൂട്ടരും അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതിൽ യാതൊരു കുറവും വരുത്തിയിട്ടില്ല. ഇറാഖിൻ്റെ കപ്പലുകൾ പോകാൻ തങ്ങൾ അനുമതി കൊടുത്തു എന്ന് ഇറാൻ പറയുമ്പോൾ 15 മില്യൺ ബാരൽ എണ്ണ കടന്നു പോകാൻ തങ്ങൾ സഹായിച്ചു എന്ന് US സേനയും പറയുന്ന ചിത്രമാണ് നമ്മൾ ഈ ശനിയാഴ്ച വൈകുന്നേരം കാണുന്നത്. ഇറാനെതിരെ, അതുപോലെ ഇറാനെ സഹായിക്കുന്ന രാജ്യങ്ങൾക്കെതിരെ ശക്തമായ സാമ്പത്തിക ഉപരോധം കൊണ്ടുവരുമെന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് ആവർത്തിച്ച് പറയുമ്പോൾ ഇറാൻ അതിനെ തിരിച്ചടിക്കുന്നത് ഓരോ UN അംഗരാജ്യങ്ങളുടെയും സ്വതന്ത്രമായ അധികാരത്തെ തടയിടാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ ഡയലോഗുകൾ. അമേരിക്ക പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ അധികാരത്തെയും പരമാധികാരത്തെയും ഇല്ലാതാക്കുന്ന രീതിയാണ്, സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണ് എന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വക്താവ് ഇസ്മായിൽ ബഗൈ പറയുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈജിപ്തിൽ മുസ്ലിം അല്ലാത്ത, അതായത് ക്രിസ്തുമത വിശ്വാസിയായിട്ടുള്ള മിന എന്ന് പറയുന്ന യുവാവ് ഇസ്ലാം മത പരിജ്ഞാന ചോദ്യോത്തര പരിപാടിയിൽ പങ്കെടുത്തു. ഒരു ക്വിസ് മത്സരം. അദ്ദേഹം അതിൽ ജയിക്കുകയും ചെയ്തു. ഇസ്ലാം മതത്തെക്കുറിച്ച് നല്ല പരിജ്ഞാനം കാഴ്ചവെച്ചു. എന്തിനു വേണ്ടിയാണ് ഇങ്ങനൊരു മത്സരത്തിൽ പങ്കെടുത്തതെന്നുള്ളത് അന്വേഷിച്ച് പോയപ്പോൾ അതിൻ്റെ സമ്മാനമായിട്ട് സംഘാടകർ പറഞ്ഞിരുന്നത് വിജയിക്കുന്നയാൾക്ക് ഒരു ഉംറ ട്രിപ്പ് ഫ്രീ എന്നാണ്. അപ്പോൾ ഉംറ ട്രിപ്പിൻ്റെ കൂപ്പൺ കിട്ടി, എല്ലാ ചെലവും അടക്കമുള്ള. പക്ഷേ ഇസ്ലാം മത വിശ്വാസി ആയ ഒരു സുഹൃത്തിന് സമ്മാനമായിട്ട് കൊടുക്കാൻ വേണ്ടിയാണ് ഈ ക്രിസ്തുമത വിശ്വാസിയായ ആൾ ഇസ്ലാമിനെക്കുറിച്ച് പഠിച്ചിട്ടിങ്ങനെ ചോദ്യോത്തര പരിപാടിയിൽ പങ്കെടുത്ത് വിജയിക്കാൻ ശ്രമിച്ചത് എന്ന അജണ്ട വ്യക്തമാക്കുകയും ആ ക്രിസ്തുമത വിശ്വാസിയായ വിജയി ഒരു ഇസ്ലാം മത വിശ്വാസിയായ ഫ്രണ്ടിന് അത് കൊടുക്കുകയും ചെയ്തു എന്നുള്ള വാർത്ത ലോകം മുഴുവനും വൈറൽ പോലെയായി എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. സാഹോദര്യത്തിൻ്റെയും പരസ്പര ധാരണയുടെയും സഹവർത്തിത്വത്തിൻ്റെയും മാതൃകയായി മാധ്യമങ്ങൾ ഈ സംഭവത്തെ കാണുന്നു. Night updates supported by Gold Star Rent-A-Car, Partha Signature, Abu Shagara, Sharjah, ABC Cargo and Courier, ELL Properties, Kalyan Jewelers, Lulu Supermarket, Hypermarket and Department Store, Al Nasood Cargo, Fira Foods, Explore Education, Impulse Warehouse, Dr. Asina's Ayurvedic Clinic, Iron Gold and Diamonds, Choco World, Hashim Hypermarket.